ഒരു ബസ് കണ്ടക്ടർ 10 ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറാൻ വഴി ഇറങ്ങാൻ വഴിയുണ്ട്. പുള്ളി ഇറങ്ങുന്ന വഴിയിൽ നിൽക്കുകയായിരുന്നു, ഡോറിനോട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു പെണ്ണ് ഓടി നിന്ന് കയറാൻ നോക്കി. പുള്ളി തടഞ്ഞു. ആ പെണ്ണ് തട്ടി മാറ്റി കയറിപ്പോയി. പെട്ടെന്ന് ഇതാരുടെ കയറിപ്പോണെന്ന് ചിന്തിച്ചു. ഇങ്ങനെ പതുക്കെ ഒരു കൂട്ടായി. ആ പെണ്ണ് എപ്പോഴും ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ടിക്കറ്റൊക്കെ സ്റ്റൈലുണ്ട്, ഈ പൈസ മേടിക്കുന്ന ടിക്കറ്റ് സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കൂട്ടുകാരായി. ഡെയിലി ഭയങ്കര സംസാരമൊക്കെ ആയി. അപ്പോൾ ഇയാളുടെ ഗ്രാമത്തിൽ ചെറിയൊരു കുഗ്രാമമാണ്. അവിടെ ഒരു പരിപാടി നടക്കാൻ പോയാണ്, ഉത്സവം പോലെ നാടകമുണ്ട്. പുള്ളിയെ അഭിനയിക്കാൻ പോയാണ്. അപ്പോൾ കാണാൻ വരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വരാം. ഈ പുള്ളിക്കാരി മെഡിസിൻ പഠിക്കുകയാണ്. അങ്ങനെ ഈ പുള്ളിക്കാരി പോയി നാടകം കണ്ടു. നാടകം കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ടപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, താങ്കൾ ഈ ബസ് കണ്ടിട്ട് ആണ്ട ആളല്ല, സിനിമയിൽ അഭിനയിക്കേണ്ട ആളാണ്, അഭിനയം പഠിക്കാൻ പറഞ്ഞു. പക്ഷേ ഇത് പറയുമ്പോൾ പുള്ളിക്കാരൻ അതിലുള്ള ഒരു മനസ്സിൻ്റെ ഇതില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, പുള്ളിക്കാരൻ വരുമാനം കൊണ്ടാണ് വീട് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഡെയിലി വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാർ വിഷമിക്കുന്ന പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാർ ഫസ്റ്റ് പൈസ അടച്ചു. പഠിക്കാനുള്ള കൊടുത്തു. പുള്ളിക്കാരൻ പഠിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈ പെണ്ണ് കാണാതെ. ഇവിടെ തിരക്കിയിട്ടും അറിവില്ല, ബസ്സിൽ കാണുന്നില്ല. ഇപ്പോഴേക്ക് വീടൊക്കെ അറിയാമായിരുന്നു. തപ്പിച്ച് വന്നപ്പോൾ അവിടെ നിന്നെല്ലാം അവരെല്ലാം പോയായിരുന്നു. ചിലപ്പോൾ ഈ സാധാരണ ആളെ പ്രേമിച്ചുകൊണ്ട് അഡ്രസ്സ് മാറ്റിയതായിരിക്കാം. പുള്ളിക്കാരി എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് നിങ്ങളുടെ നല്ല നാട് കാണണം പറയുമായിരുന്നു. ഞാൻ ദൂരെ വന്ന് കാണുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയി, നടനായി, സൂപ്പർ സ്റ്റാറായി, നല്ല നിലയെത്തി. പക്ഷെ ഒരിക്കൽ പോലും ഈ പെണ്ണെ കാണാൻ പറ്റിയില്ല. ഒരു കാര്യം, ഈ പുള്ളിക്കാരി കണ്ടുപിടിക്കാൻ പാടായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരൻ വലിയ സൂപ്പർ സ്റ്റാറായിരുന്നു. പക്ഷെ എന്നിട്ടും ആ പെണ്ണെ കാണാൻ പറ്റിയില്ല. എന്തു പറ്റിയെന്ന് അറിയാൻ മേല. ഞാൻ പറഞ്ഞത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കഥയാണ്.